റോഡരികിൽ പൊടിയാണ്, പുകയാണ്, ഈച്ചയുണ്ട്, പാറ്റയുണ്ട്, എലിയുണ്ട്, വൃത്തിയില്ല. കൈ കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന് വൃത്തിയില്ല, അത് കോരാൻ ഉപയോഗിക്കുന്ന കപ്പിന് വൃത്തിയില്ല. കേരളത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് തട്ടുകടകൾ കൊള്ളയടിക്കുകയാണോ എന്നുള്ളത്. ചിലർ പറയുന്നത് അവർ മനുഷ്യരല്ലേ, അവർക്ക് ജീവിക്കണ്ടേ, സാധനങ്ങളുടെയൊക്കെ വില കൂടിയില്ലേ, എണ്ണയ്ക്ക് എന്ത് വില, ഗ്യാസിന് എന്ത് വില, പച്ചക്കറിക്ക് എന്ത് വില. എന്നാൽ മറ്റു ചിലർക്ക് ചോദ്യമാണുള്ളത്, റെസ്റ്റോറൻറ്റ് വാങ്ങുന്ന അതേ വില എന്തിനാണ് തട്ടുകടയ്ക്ക്? പക്ഷേ ഈ ചർച്ചകളിലൊന്നും ആരും പറയാത്തൊരു കാര്യമുണ്ട്. ഇവിടെ പ്രശ്നം തട്ടുകടകളല്ല, തട്ടുകട എന്ന ആശയത്തിന് സംഭവിച്ച മാറ്റത്തിലാണ് പ്രശ്നം. പണ്ട് തട്ടുകട എന്ന് പറഞ്ഞാൽ എന്തായാലും വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരു ചെറിയ തട്ട്, 2 ബെഞ്ച്, കഴിക്കാൻ ദോശ, ചമ്മന്തി അല്ലെങ്കിൽ സാമ്പാർ, ചിലപ്പോൾ വട കാണും, ബജ്ജി കാണും, ഇത്രേ ഉണ്ടാവുള്ളൂ. അന്നത്തെ കാലത്ത് ആളുകൾ തട്ടുകടയിൽ പോയിരുന്നത് ഒരു ഉദ്ദേശത്തോടെയാണ്, കുറഞ്ഞ പൈസയ്ക്ക് വയറ് നിറയ്ക്കുക, അത്രേ ഉള്ളൂ. അതേസമയം കൂടുതൽ സൗകര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചവർ റെസ്റ്റോറൻറ്റിലേക്കും പോയി. ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, വാഷ്റൂമുകൾ, വലിയൊരു ഡൈനിങ് സ്പേസ്, AC റൂം, നോൺ AC റൂം, ഫാമിലിയുമായിട്ട് ഒരുമിച്ച് ചെലവഴിക്കാൻ പറ്റിയൊരു സ്പേസ്, ഒരുപാട് ജീവനക്കാർ, നല്ലൊരു സർവീസ്, വൃത്തി, ഇതൊക്കെ ചേർന്നതാണ് ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള റേറ്റ് കൊടുക്കാനും ആർക്കും ഒരു പരാതി ഉണ്ടായിരുന്നില്ല, കാരണം അവർ ആ സർവീസിൽ അത് ബാലൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സ്ഥിതി മൊത്തത്തിൽ മാറി. ഇന്ന് പല തട്ടുകടകളിൽ പോയാലും ഒരു റെസ്റ്റോറൻറ്റിൽ കാണുന്ന പോലുള്ള അതേ മെനു ആയിരിക്കും നമ്മൾ കാണുന്നത്. പൊറോട്ട, ദോശ, അപ്പം, ഇടിയപ്പം, ഇഡലി, ചപ്പാത്തി, പൂരി, കപ്പ, ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ്, പന്നി ഇറച്ചി കിട്ടുന്ന തട്ടുകട വരെ നിലവിലുണ്ട്. ഇങ്ങനെയുള്ളൊരു വലിയ മെനു ആണ് തട്ടുകടകളിൽ ഇപ്പോൾ കാണുന്നത്. പക്ഷെ ഒരു ചോദ്യം, മെനു റെസ്റ്റോറൻറ്റിലെ പോലെയുണ്ട്, പൈസയും റെസ്റ്റോറൻറ്റിലെ പോലെ തന്നെയാണ്, പക്ഷെ സർവീസോ അത് റെസ്റ്റോറൻറ്റിലെ പോലെ കൊടുക്കുന്നുണ്ടോ നിങ്ങൾ? റോഡരികിലെ പുകയും പൊടിയും സഹിച്ച് നിന്നോ ഫുട്പാത്തിലിരുന്നോ സ്വന്തം വണ്ടിയുടെ മുകളിൽ ഇരുന്നോ ഭക്ഷണം കഴിക്കണം നമ്മൾ. പാർക്കിംഗ് ഇല്ല, കുടുംബവുമായിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള ഒരു നല്ല സാഹചര്യമില്ല, വാഷ്റൂം ഇല്ല, കൈ കഴുകണമെങ്കിൽ ഒരു സ്റ്റൂൾ, അതിന്റെ മണ്ടയിൽ ഒരു ബക്കറ്റ്, അതിൽ നിറയെ വെള്ളം, അതിനകത്ത് ഒരു വൃത്തികെട്ട കപ്പും, അതും ഇല്ലാത്ത ഗതിയാണെങ്കിൽ 2 ഗ്ലാസ് എടുത്തിട്ടേക്ക്. ഇതല്ലാതെ എന്ത് സർവീസാണ് കൊടുക്കുന്നത്? ഇതുകൊണ്ട് കൂടിയാണ് ആളുകൾ ചോദിക്കുന്നത്, ഒരു റെസ്റ്റോറൻറ്റിന്റെ അതേ വില എന്തിനാണ് ഒരു തട്ടുകടയ്ക്ക്? ഞാൻ ഒരിക്കലും ഭക്ഷണത്തിന്റെ ഗുണമേന്മയെ കുറിച്ചല്ല സംസാരിക്കുന്നത്, കൊടുക്കുന്ന സർവീസിന്റെയും ഈടാക്കുന്ന തുകയുടെയും പൊരുത്തക്കേടിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നിവിടെ തട്ടുകട നടത്തുന്ന പല ആളുകളും ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റുകൾ നടത്തിക്കൊണ്ടിരുന്ന കുറച്ച് മുതലാളിമാരാണ്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അന്ന് അവർക്ക് കടവാടക ഉണ്ടായിരുന്നു, ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു, കറണ്ട് ബില്ല്, മെയിൻ്റനൻസ്, വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ആളുകൾ, ഇങ്ങനൊരു വലിയ ചെലവുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നോ അവയിലെ പല ചെലവുകളും കുറഞ്ഞില്ലേ? ഇന്നൊരു തട്ടുകടയിൽ 3-4 ജീവനക്കാർ മതി. പലപ്പോഴും ഉടമ തന്നെയാണ് കൗണ്ടറിൽ നിൽക്കുന്നത്. എന്നിട്ടും പല സ്ഥലങ്ങളിലും വാങ്ങുന്ന വില റെസ്റ്റോറൻറ്റുകളെ പോലെയോ അല്ലെങ്കിൽ അതിന് മുകളിലുമാണ്. ഇതുകൊണ്ടാണ് ആളുകൾ ചോദ്യം ചെയ്യുന്നത്. അതേസമയം എല്ലാ തട്ടുകടകളും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നും കേരളത്തിന്റെ പല ഭാഗത്തും നമ്മൾ പണ്ട് കണ്ടുവന്ന പോലെ ചെറിയ തട്ടുകടകളുണ്ട്, ഓരോ കുടുംബങ്ങൾ നടത്തി പോകുന്ന തട്ടുകടകൾ. ദോശ, ഓംലെറ്റ്, ചമ്മന്തി, സാമ്പാർ, രസവട, പപ്പടം, ഇതിൽ കൂടുതൽ ഒന്നും ഉണ്ടാവില്ല അവിടെ. അവരുടെ ഒന്നും ലക്ഷ്യം കൊള്ള ലാഭമല്ല, ജീവിച്ചു പോവുക, അവരുടെ ജീവിത മാർഗമാണത്. അവരെയൊന്നും ഈ വിവാദത്തിൽപ്പെടുത്തി കുറ്റക്കാരാക്കരുതേ എന്നുകൂടി ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ പ്രശ്നം എല്ലാ തട്ടുകടകളുമല്ല, ചില കൊള്ളലാഭം പ്രതീക്ഷിക്കുന്ന തട്ടുകടകൾ മാത്രമാണ്. ഇത്രയും വലിയ മെനു ഉള്ള ഒരു തട്ടുകടയിൽ പോയി കഴിഞ്ഞാൽ അന്നേ ദിവസം അവിടെ വിൽക്കുന്ന ആഹാരത്തിന്റെ വില പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് ഇങ്ങനൊരു തട്ടുകടയിൽ ഒരു വില വിവര പട്ടിക അവർ വെച്ചിട്ടില്ല? വരുന്ന ആളുകൾ മനസ്സിലാക്കണ്ടേ? വലിയൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടുത്തെ വില അറിയുന്ന ഒരു മെനു കാർഡ് നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നില്ലേ? എന്തുകൊണ്ട് തട്ടുകടയിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കുന്നില്ല? അത് ചോദിക്കണ്ടേ? കഴിക്കുന്നതിന് മുന്നേ മനസ്സിലാക്കണ്ടേ കഴിക്കാൻ പോകുന്ന ആഹാരത്തിന്റെ ഇന്നത്തെ റേറ്റ് എന്താണെന്നുള്ളത്? ഇതുപോലുള്ള എല്ലാ തട്ടുകടകളിലും കൊടുക്കുന്ന സർവീസിന് മാത്രം പൈസ ഈടാക്കുക. ഒരിക്കലും നിങ്ങളെ തേടി വരുന്ന ആള് ഭക്ഷണം കഴിച്ചതിന് ശേഷം അമിതമായ വില ഞാൻ കൊടുത്തു എന്നൊരു തോന്നൽ ഉണ്ടാവാൻ പാടില്ല. ഒരു വ്യാപാരം നിലനിൽക്കേണ്ടത് വിശ്വാസത്തിലും കൂടെയാണ്. വലിയ വലിയ റെസ്റ്റോറൻറ്റിലേക്ക് പോയി റിവ്യൂ ചെയ്യുന്ന ബ്ലോഗർമാര് അവിടുത്തെ ചെറിയ കുറവുകളാണെങ്കിൽ പോലും അത് വലുതായി കാണിച്ച് തുറന്നു പറയാറുണ്ട്. ഇവിടെ ഈച്ചയാണ്, സ്മെല്ലാണ്, വൃത്തിയില്ല, ഈ സർവീസിന് ഇത്രയൊക്കെ പൈസ കൊടുക്കണം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അവരൊന്നും അതേ നിലവാരത്തിൽ ഒരു തട്ടുകടകളെയും വിമർശിക്കുന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. വലിയ റെസ്റ്റോറൻറ്റുകൾക്ക് ഒരു നിയമം, തട്ടുകടകൾക്ക് മറ്റൊരു നിയമം, അങ്ങനെ ആകരുത്. രണ്ടും 2 സർവീസ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന പൈസ ഒരുപോലെയല്ലേ? അപ്പൊ നിങ്ങളുടെ റിവ്യൂ സത്യസന്ധമായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇത് റിവ്യൂ ആയിട്ട് കണക്കാക്കിയിട്ട് കാര്യമില്ല എന്നേ. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലുള്ളവരെ ആശ്രയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഞാനിവിടെ തട്ടുകടകളെ താഴ്ത്തി പറയാനോ റെസ്റ്റോറൻറ്റുകളെ പൊക്കി പറയാനോ ഒന്നിനും വന്നതല്ല. ഞാൻ കണ്ടത്, ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം ഇവിടെ പറയണം എന്ന് ആഗ്രഹിച്ചു, അത് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം.